നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. മാഡം, ഈ അദൃശ്യ ശക്തികള് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഈ ശക്തികൾ പല രൂപത്തിലും സഞ്ചരിക്കും. മാഡത്തിന്റെയും എന്റെയും അമ്പിളിയുടെയും ഒക്കെ രൂപത്തിൽ സഞ്ചരിച്ച് നമ്മളെ കബളിപ്പിക്കും. അദൃശ്യ ശക്തികൾക്ക് സ്വന്തമായി രൂപമില്ലല്ലോ. അതുകൊണ്ട് അവർ മറ്റുള്ളവരുടെ ശരീരത്തിൽ പ്രവേശിച്ച് കാലങ്ങളോളം ജീവിക്കും. ചില ശക്തികൾക്ക് ലക്ഷ്യമുണ്ടാവും. ആ ലക്ഷ്യം കണ്ടിട്ട് അദൃശ്യ ശക്തികൾ കയറിയ ശരീരം വിട്ട് അവർ പോകും. അടിമറ്റത്ത് കത്തനാരെ പോയി കണ്ട ഒരു കാര്യം നടക്കും. ഏതെങ്കിലും നീച ശക്തി ഇതിനകത്തുണ്ടെങ്കിൽ കത്തനാര് ആ ശക്തിയെ കുരിശിത്തറയ്ക്കും. എന്ത് തട്ടിയെന്നാ മന്ദാകിനി പറയുന്നത്? എവിടെ? മന്ദാകിനിയുടെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ലല്ലോ. അല്ല മാഡം, എന്റെ തലയിൽ എന്തോ വന്ന് തട്ടി. ശരിക്കും എനിക്ക് അങ്ങനെയാ അനുഭവപ്പെട്ടത്. പക്ഷെ ഇവിടെ ഒന്നും ഇല്ലല്ലോ. എന്താ നടന്നത് മാഡം? അദൃശ്യശക്തിയുടെ കഥയല്ലേ മന്ദാകിനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും അദൃശ്യശക്തി വന്ന് മന്ദാകിനിയുടെ തലക്കിട്ട് അടിച്ചതായിരിക്കും. ആണോ? അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത്. മാഡം, എന്റെ തലക്കടിച്ചത് അദൃശ്യ ശക്തിയാണോ? ഇനി അതും വിശ്വസിച്ചോണ്ടിരിക്കണ്ട. ഞാനൊരു തമാശ പറഞ്ഞത്. മന്ദാകിനിയുടെ തലയ്ക്ക് മിന്നിപ്പിടുത്തം വന്നതായിരിക്കും. ഒരു ദിവസം എനിക്കിതുപോലെ തലയ്ക്ക് മിന്നിപ്പിടുത്തം ഉണ്ടായതാ. ആ സമയത്ത് ആരോ നമ്മുടെ തലയ്ക്ക് അടിച്ചതുപോലെയാ തോന്നിയത്. ആണോ? ഇങ്ങനെ വീണ്ടും വരികയാണെങ്കിൽ മന്ദാകിനി ഒരു ഡോക്ടറെ കാണണം. ശരി മാഡം. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തില് മാഡം ഉപേക്ഷ വിചാരിക്കരുത്. അടിമറ്റത്ത് കത്തനാരെ കാണുന്ന കാര്യമല്ലേ? അതെ മാഡം. എത്രയും പെട്ടെന്ന് അടിമറ്റത്ത് അച്ഛനെ ചെന്ന് കാണാം. എന്താ? ഒരു പെണ്ണിന്റെ നിലവിളിയാണല്ലോ കേട്ടത്. ഈ ഹോസ്റ്റലിൽ ഇപ്പൊ ഒരു ഒറ്റ പെൺകുട്ടി പോലും ഇല്ലല്ലോ. എല്ലാവരും കോളേജിൽ പോയിരിക്കല്ലേ. പിന്നെ എവിടുന്ന് ഈ നിലവിളി കേട്ടത്? ഇനി അമ്പിളി ആയിരിക്കുവോ? മന്ദാകിനി വാ. അമ്പിളി, അമ്പിളി, അമ്പിളി. ഈ അമ്പിളി ഇതെവിടെ പോയി? അമ്പിളി. മാഡം, അമ്പിളി ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നൊരു പതിവുണ്ട്. ചില നേരത്ത് നിന്ന നെപ്പിലെ ആളെ കാണില്ല. പെട്ടെന്ന് മുന്നിൽ വന്ന് നിൽക്കുകയും ചെയ്യും. ആരുടെ നിലവിളിയായിരിക്കും നമ്മൾ കേട്ടത്? അല്ല, അമ്പിളി ഇവിടെ ഇല്ലെങ്കിൽ അത് അവളുടെ നിലവിളി ആയിക്കൂടെ? നിലവിളി ഏത് ഭാഗത്തുനിന്നാ കേട്ടെന്ന് അറിയില്ലല്ലോ. ഹോസ്റ്റൽ കോമ്പൗണ്ടിനകത്ത് നിന്നാണോ? അതിനിവിടെ ആരും ഇല്ലല്ലോ മാഡം. ഇവിടെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. വാ, നമുക്ക് പോയി നോക്കാം. എന്റെ മാതാവേ, എല്ലാ ദിവസവും ഓരോ പ്രശ്നങ്ങളാണല്ലോ. ഇങ്ങോട്ട് വാ മന്ദാകിനി. അമ്പിളി, അമ്പിളി. ഈ അമ്പിളി ഇതെവിടെ പോയി? എവിടെയാ അമ്പിളി?
എവിടുന്നാ കേട്ടെന്ന് ഒരു പിടിയും കിട്ടണില്ലല്ലോ മാഡം. ഇവിടെ എങ്ങും ആരുമില്ല. വാ നോക്കാം. മാഡം അത് ഏതോ ഒരു കുട്ടി ബോധം കെട്ട് കിടക്കുകയാണല്ലോ. മന്ദാകിനി വാ. ഇതാരാ? മോളെ. അയ്യോ മോളെ. ഇത് ത്രീ റോസസിലെ കുട്ടിയല്ലേ? ഇവക്ക് എന്താ പറ്റിയത്? മോളെ. മോളെ. മൃദുലേ, എന്റെ മാതാവേ, ഈ കുട്ടിക്ക് ഇത് എന്താ പറ്റിയേ? തല കറങ്ങി വീണതായിരിക്കും. മൃദുലേ, മൃദുല. തല കറങ്ങി വീണതാണെങ്കി വലിയ വായില് ഈ കുട്ടി നിലവിളിച്ചത് എന്തിനാ മാഡം? മയങ്ങി കിടക്കാന്നാ തോന്നണേ. മൃദുല. അമ്പിളി എവിടെയായിരുന്നു? ഞാൻ ഈ കുട്ടിയുടെ നിലവിളി കേട്ട് ഓടി വന്നാ മേഡം. അപ്പൊ അവിടെ എന്തോ ശബ്ദം കേട്ടു. അതെന്താന്ന് നോക്കാൻ പോയതാ. ഒന്ന് നോക്കിയേ. മൃദുലേ, 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 ഏയ് മൃദുലേ. ഇത് വല്ലാത്തൊരു മയക്കാണല്ലോ മാഡം. ഇവളെ കൂട്ടുകാർക്കൊപ്പം കോളേജിൽ പോയതാണല്ലോ. പിന്നെ ഇങ്ങനെ ഇവിടെ എത്തി? ഈ കുട്ടി കോളേജിലേക്ക് പോയതാ. കുറച്ചു കഴിഞ്ഞപ്പോ ഫോൺ എടുക്കാനാണെന്ന് പറഞ്ഞ് തിരികെ വന്നു. നിങ്ങളൊന്ന് പിടിച്ചേ. ഇവളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. മൃദുലേ, നിനക്ക് എന്താ സംഭവിച്ചത്? എത്ര നേരമായി നീ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. മൃദുലേ, നീ എങ്ങനെയാ അവിടെ വീണ് കിടന്നത്? മോളെ, നീ നിലവിളിച്ചത് എന്തിനാ? നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? ഇപ്പൊ ഈ കുട്ടിയോട് എന്ത് ചോദിച്ചിട്ട് കാര്യമില്ല മാഡം. അതൊന്നും സംസാരിക്കില്ല. ഇതാ ഈ മെഡിസിൻ വാങ്ങി കാഷ്വാലിറ്റി കൊടുത്തേക്ക്. ആ. മോളെ. മൃദുലേ. ഈ കുട്ടിക്ക് എന്താ സംഭവിച്ചത്? ഇവളെന്തെങ്കിലും മിണ്ടിയാലല്ലേ നമുക്ക് എന്തെങ്കിലും അറിയാൻ കഴിയൂ. അല്ല, ബോധം വീണ് കിട്ടിയല്ലോ. ഇനിയിപ്പോ അധികം വൈകാതെ സംസാരം തുടങ്ങിക്കോളും. ഇവളെന്തോ കണ്ട് പേടിച്ച അവസ്ഥയില്ല. അതുകൊണ്ടാ